എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ നിങ്ങൾ? സ്ത്രീകളോ പുരുഷന്മാരായിക്കോട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയിൽ ജോലി വേണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു അവസരമുണ്ട്. യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഇല്ലാതെ നിങ്ങൾക്ക് ജോലി നേടാം. കമ്പനി ഡയറക്റ്റ് തിരഞ്ഞെടുക്കുന്ന വേക്കൻസികളാണ്. കമ്പനി ഡയറക്റ്റ് ആണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ഏജൻസിയും ഇതിനിടയിലില്ല. ഒരു രൂപ നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ടാവുകയില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എയർലൈൻ കമ്പനികളിൽ ഒന്നായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലാഭം നേടുന്ന എയർലൈൻ കമ്പനി ആയിട്ടുള്ള ഖത്തർ എയർവേസിലേക്കാണ് ജോലി ഒഴിവ് വന്നിട്ടുള്ളത്. എന്താണ് ജോലി ഒഴിവെന്നല്ലേ? എയർപോർട്ട് സർവീസ് ഏജന്റ് എന്ന പോസ്റ്റിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത്. എവിടേക്കാണ് ജോലി ഒഴിവ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ആർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളത് നിങ്ങൾക്കറിയണ്ടേ? എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയണ്ടേ? എല്ലാത്തിനും ഉത്തരം ഈ വീഡിയോയിലുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. അപ്പോൾ ഈ ഒരു ജോലി ഒഴിവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത്. ഖത്തർ എയർവേസിലേക്കാണ് നമുക്ക് ജോലി ഒഴിവ് വന്നിട്ടുള്ളത്. എയർപോർട്ട് സർവീസ് ഏജന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ 3000 ഖത്തർ റിയാൽ നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടായിരിക്കും. ഏകദേശം 70,000-80,000 രൂപയുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. കൂടാതെ അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാടധികം ബെനിഫിറ്റുകൾ, ഫുഡ് അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, അതേപോലെ തന്നെ ഡിസ്കൗണ്ട്സ് കാർഡ്, അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ നൽകുന്ന ഒരു കമ്പനിയാണ് ഖത്തർ എയർവേസ്. ഈ ഒരു കമ്പനിയിലേക്ക് സർവീസ് ഏജന്റ് പോസ്റ്റിലേക്കാണ്, എയർപോർട്ട് സർവീസ് ഏജന്റ് പോസ്റ്റിലേക്കാണ് ജോലി ഒഴിവ് വന്നിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് സാലറി ഞാൻ പറഞ്ഞു, മറ്റു ബെനിഫിറ്റുകൾ പറഞ്ഞു. സാലറി കൺഫേം അല്ല. നിങ്ങൾ ഇന്റർവ്യൂ സമയത്തായിരിക്കും കൃത്യമായിട്ടുള്ള സാലറി പറയുക. ഇന്റർവ്യൂ പങ്കെടുക്കണമെങ്കിൽ ആദ്യം CV സെലക്ഷനിൽ പങ്കെടുക്കണം. അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പോവാം. ഇവിടെ ആദ്യത്തെ യോഗ്യത ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ, ഹൈസ്കൂൾ യോഗ്യതയുള്ള ആളുകളായിരിക്കണം എന്നത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ, എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിവുള്ളവരായിരിക്കണം. ബേസിക് അല്ല, നന്നായിട്ട് കഴിയണം. കാരണം ഇംഗ്ലീഷ് ടെസ്റ്റ്, എക്സാം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും. അതിൽ പാസ്സാവുന്നവരെയായിരിക്കും ഇതിലേക്ക് സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ, അതായത് എയർലൈൻ മേഖലയിലോ ട്രാവൽസ് മേഖലയിലോ ഒക്കെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ്. ഈ ഒരു 3 യോഗ്യത ഉള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. നിങ്ങളുടെ പ്രായം 35 വയസ്സിന് താഴെയാണെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഇവിടെ പരിഗണിക്കും. 35 വയസ്സിന് മേഖലയിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ 2 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സാലറി 5,000-6,000 ഖത്തർ റിയാൽ വരെ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് കൂടുതലും യുവാക്കളെയാണ്, ഒരു 35 വയസ്സിന് താഴെ പ്രായമുള്ളവരെ പരിഗണിക്കുന്നതെന്നാണ് എന്റെ അറിവ്. അപ്പോൾ ഈ ഒരു യോഗ്യത ഞാൻ പറഞ്ഞു, സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും അപേക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഖത്തറിലേക്കോ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തേക്കോ അല്ല, ഉഗാണ്ട എന്ന രാജ്യത്തേക്കാണ്. ഉഗാണ്ടയിലേക്കാണ് ഈ ഒരു വേക്കൻസി എയർപോർട്ട് സർവീസ് ഏജന്റ് എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും, ടിക്കറ്റ് ഉൾപ്പെടെയുള്ള യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി നിങ്ങൾക്ക് എടുത്തു തരും. അത് ഇവിടുന്ന് പോകാനുള്ള ടിക്കറ്റ് ആണെങ്കിലും വർഷത്തിൽ നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് ആണെങ്കിലും ഒക്കെ കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോലിയെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അറിയാൻ, വായിക്കാനും മനസ്സിലാക്കുവാനും കഴിയുന്നതായിരിക്കും. അതെല്ലാം വായിച്ചു നോക്കി ഇതിലേക്ക് ഒരു യോഗ്യതയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിന് താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഇമെയിൽ പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. വേറെ ഒന്നും പൈസ കാര്യങ്ങളൊന്നുമില്ല. ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക, ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ശേഷം അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അതായത് ഒരു ഫോം കാണും, അത് ഫില്ല് ചെയ്യുക. താഴെ CV അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ CV അപ്ലോഡ് ചെയ്യുക. CV അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ലോഡ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഏത് രാജ്യത്താണോ നിലവിലുള്ളത് ആ രാജ്യത്തിന്റെ കോഡ് വെച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. കൂടാതെ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ആയിരിക്കണം CV ഉൾപ്പെടുത്തേണ്ടത്. കാരണം ഈ ഒരു ഇമെയിൽ IDയിലേക്കും നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കുമായിരിക്കും CV സെലക്ഷനിൽ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ കമ്പനി കോൺടാക്ട് ചെയ്യുക. ആ ഒരു വഴിയായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ എങ്ങനെ എല്ലാം അറിയാൻ കഴിയുക. അപ്പോൾ ഈ ഒരു ജോലി ഒഴിവിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കരുത്. ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനിയാണ്. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതം സെറ്റാണ്, ലൈഫ് സെറ്റാണ്. വേറൊരു വഴിയിലേക്കും നിങ്ങൾ നീങ്ങേണ്ടതായിട്ടില്ല. നല്ല സാലറി ഉൾപ്പെടെ ഒരുപാടധികം ബെനിഫിറ്റ് കൊണ്ട് 2 വർഷം നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3000 ഖത്തർ റിയാൽ എന്ന സാലറിയിൽ നിന്നും അത് ഒറ്റയടിക്ക് 5,000-6,000 രീതിയിലേക്കൊക്കെ മാറിപ്പോകും. പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റ് കൊണ്ട് ഈ ഒരു അവസരം പാഴാക്കരുത്. ഉടൻ തന്നെ അപേക്ഷിക്കുക.